പക്ഷേ 2025 നവംബർ 17 ഈ കഴിഞ്ഞ നവംബർ 17 തീയതി ധാക്കയിലെ ഒരു അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ട്രിബ്യൂണൽ കോടതി, അത് ഏത് അന്താരാഷ്ട്ര കോടതിയാണ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര കോടതിയാണെന്ന് തോന്നിപ്പോകും. പക്ഷെ അതൊരു താൽക്കാലിക ട്രിബ്യൂണൽ കോടതി. എന്തായാലും അവര് ഒരു ആളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. അന്നത്തെ പത്രങ്ങളെല്ലാം, ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് ഇന്ത്യൻ പത്രങ്ങളുടെ പ്രധാന തലക്കെട്ട് അതാണ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് അവരുടെ രാഷ്ട്രപിതാവ് മുജീബ് റഹ്മാന്റെ മകള് കൂടിയായിട്ടുള്ള അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. അവർ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾക്കെതിരായി, അവിടെ കലാപമുണ്ടാക്കിയ യുവാക്കൾക്കെതിരായി, യുവതലമുറയ്ക്കെതിരായിട്ട് ആയുധങ്ങളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും 1400ഓളം പേരുടെ മരണത്തിന് അത് ഇടയാക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഈ കലാപത്തെ തുടർന്ന് നമുക്കറിയാം, അവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അതിനുശേഷം ഒരു താൽക്കാലിക ഗവൺമെന്റ് പ്രൊഫസർ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ അവിടെ വന്നു. അതിനുശേഷം ഇപ്പോൾ ആ പ്രൊഫസർ മുഹമ്മദ് യൂനുസിന്റെ നില പരുങ്ങലിലാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ നോബൽ സമ്മാന നേട്ടത്തിന് കാരണമായ ഗ്രാമീൺ ബാങ്ക് സങ്കല്പമുണ്ട്, മൈക്രോ ഫിനാൻസ്, അതിന്റെ ആസ്ഥാനത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. എന്ന് വെച്ചാൽ അകത്ത് തന്നെ അദ്ദേഹത്തിന്റെ നില പരുങ്ങലിലായിരിക്കുന്നു. അപ്പൊ അദ്ദേഹം വന്നതെന്തിന്, അദ്ദേഹത്തെ അവിടെ ആ സ്ഥാനത്തേക്ക് അവരോധിച്ചത് ആര് എന്നതൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് ലോകത്ത് മുഴുവൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഈ വധശിക്ഷ നടക്കുന്ന കാര്യമാണോ മാഷ് ഇങ്ങനെ നോക്കിക്കാണുന്നത്? ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഇത് അവസാനിക്കുന്നത് മുഹമ്മദ് യൂനുസിന്റെ ഭരണത്തിന്റെ അന്ത്യത്തിലേക്കായിരിക്കും. ഭരണത്തിലാണോ മരണത്തിലായിരിക്കും? ഭരണത്തിന് പകരം മരണത്തിലായിരിക്കും അവസാനിക്കുക. ഒന്നും പറയാൻ പറ്റില്ല. കടുത്ത സുരക്ഷയിലാണ്. കാരണം ഇത് വിധി വരുന്നതിന് മുമ്പ് തന്നെ കനത്ത സുരക്ഷ മുഹമ്മദ് യൂനുസ് ബുദ്ധിപൂർവ്വം അവിടെ ഏർപ്പെടുത്തി. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം വാങ്ങിച്ചു കൊടുത്ത ഗ്രാമീൺ ബാങ്ക് ആണല്ലോ, ആ ഗ്രാമീൺ ബാങ്കിലേക്ക് തന്നെ ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കും. സുരക്ഷാ നീക്കങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് ഗ്രാമീൺ ബാങ്കിൽ വരെ ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുക. ഇനി ഈ ഗ്രാമീൺ ബാങ്കിലൂടെ ഈ നൊബേൽ സമ്മാനം വ്യാജമായ രീതിയിൽ വാങ്ങിച്ച, അനർഹമായ രീതിയിൽ വാങ്ങിച്ച അദ്ദേഹം മുഹമ്മദ് യൂനുസ്, ആ മുഹമ്മദ് യൂനുസിന്റെ ഓഫീസിലായിരിക്കും ഇനി അടുത്തത് പൊട്ടാൻ പോകുന്നത്. കാരണം ജനങ്ങൾ അത്ര പ്രക്ഷുബ്ധരാണ്. ഓഫീസിൽ ഒന്നേ പൊട്ടിയുള്ളൂ. പക്ഷെ അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, അല്ലേ, അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. പക്ഷെ ഇനി അടുത്തത് പൊട്ടുന്നത് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. സൈന്യം അതാണ് വളരെ പ്രധാനം. സൈന്യം തന്നെ ഇത് സ്പോൺസർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മുഹമ്മദ് യൂനുസിന്റെ ഈ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കാത്ത ഭരണത്തിനെ അവർ അംഗീകരിക്കുന്നില്ല. വളരെ മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ് അവിടുത്തെ പട്ടാള മേധാവി. മുഹമ്മദ് യൂനുസ് പറഞ്ഞത്, എനിക്ക് മനസ്സിലിപ്പോൾ വേണമെങ്കിൽ ഞാൻ രാജിവെച്ച് പോകാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കോംപ്രമൈസിലാണ് ഇപ്പോഴെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തിയത്. പട്ടാളം സമ്മർദ്ദം ചെലുത്തിയില്ലായിരുന്നെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയില്ലായിരുന്നു. അപ്പോൾ ഷെയ്ഖ് ഹസീന ഇതൊക്കെ കഴിഞ്ഞിട്ട് പോരായിരുന്നു ഷെയ്ഖ് ഹസീനെ വിചാരണ ചെയ്ത് ഇത് അവർക്ക് വധശിക്ഷ നൽകണമെങ്കിൽ നൽകുന്നത്? അവരുടെ പാർട്ടിയെ പങ്കെടുപ്പിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൽ. അത് തന്നെ ഒരു അന്യായമല്ല. വിചാരണയുടെ പ്രത്യേകത അസാന്നിധ്യത്തിലാണ് വിചാരണ നടത്തിയത്. മാഷിനോട് ഈ ഓഫ് ട്രാക്കിൽ നമ്മൾ ഈ ന്യൂസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓഫ് ട്രാക്ക് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഷെയ്ഖ് ഹസീന ഇവിടെയാണ്, ഇന്ത്യക്ക് വേണമെങ്കിൽ ചെയ്തുകൂടെ? മുൻകാലത്ത് നമ്മളോട് അവർ ചെയ്തതനുസരിച്ചാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുഹമ്മദ് യൂനുസിനെതിരായിട്ട് ഇൻ അബ്സെൻഷ്യ ഒരു വധശിക്ഷ വിധിച്ചുകൂടെ? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നമുക്കിവിടെ ഉണ്ടാക്കി. നമ്മുടെ നിയമം അല്ല, നമ്മളെ ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ ഹിംസയിൽ വിശ്വസിക്കുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യം നേടിയത് തന്നെ രൂക്ഷിതമായിട്ടല്ല, രക്തരഹിതമായിട്ടുള്ള നിരാഹാര സമരം, സഹന സമരം, സത്യാഗ്രഹം, ഇതിലൂടെ തന്നെയാണ്. അതാണ് ഇത്തരം സാഹചര്യങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടല്ലേ? ഇന്ത്യക്ക് ഇത്തരം വിട്ടുകിട്ടൽ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ നമ്മളോട് അവര് നിരുത്തരവാദപരമായിട്ട് പെരുമാറി. അസാമിലെ ഉൾഫ കലാപകാരികളെ വിട്ടു നൽകണമെന്ന് പലവട്ടം നമ്മൾ ആവശ്യപ്പെട്ടിട്ട് അത് അവർ ചെയ്തിട്ടില്ല. ഷെയ്ഖ് ഹസീനയുടെ കാലത്തും ഖാലിദാസിയുടെ കാലത്തും അവരത് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അവർ വിചാരിച്ചത് ചൈനയുമായിട്ട് അങ്ങ് കൂട്ടുകെട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇവരെ അങ്ങ് പേടിപ്പിക്കും. ആനയെ പേടിക്കാം, ആനപ്പിണ്ടത്തെ ആരെങ്കിലും പേടിക്കാറുണ്ടോ? ഇതാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു, ഈ മുഹമ്മദ് യൂനുസ് തന്നെ പറഞ്ഞു, ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങൾ പൂർവാഞ്ചൽ ദേശത്തുള്ള ആ സംസ്ഥാനങ്ങൾക്ക് കടലില്ല, ഞങ്ങൾക്കേ ഉള്ളൂ കടല്. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ അടിമകളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഈ മനുഷ്യന് തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. കാരണം ചിറ്റകോങ് എന്ന് പറയുന്ന ഒരു കോഴിയുടെ കഴുത്ത് പോലുള്ള ഒരു ഭാഗമുണ്ട്, ചിക്കൻ നെക്ക്. അത്
വാസ്തവത്തിൽ 90% അമുസ്ലിങ്ങളാണ് അവിടെ താമസിക്കുന്നത്. ആ ഒരു ഭാഗം പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത കാര്യം, ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ആ തുറമുഖം വാസ്തവത്തിൽ ഇന്ത്യയിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പൊ കടലില്ല എന്നുള്ള മുഹമ്മദ് യൂനുസിന്റെ പരാതി അങ്ങ് മാറിക്കിട്ടിയേ. അങ്ങനെ എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് ഇപ്പൊ പോകണമെന്നില്ല. തന്നെയല്ല, പാകിസ്ഥാനുമായിട്ട് സിന്ധു നദീ കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയതുപോലുള്ള ഒരു വിയോജിപ്പ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, ബരാക്ക അണക്കെട്ട് കരാറുണ്ടാക്കിയത് ആരാണ്? ഷെയ്ഖ് ഹസീനയാണ്. അവരെയാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഹസീനയ്ക്ക് എതിരായിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം എവിടുന്നാണ്? തുടക്കമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഷെയ്ഖ് മുജിബുർ റഹ്മാനാണല്ലോ ആ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ്. ഇദ്ദേഹത്തിന്റെ ഇവരുടെ നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ അച്ഛനാണ്. അതുകൊണ്ടാണ് ഇവരെ പിന്തുണച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയത്തിൽ അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നു അവിടുത്തെ ആൾക്കാർ തന്നെ. പാകിസ്ഥാന്റെ ഏജന്റുമാരായിരിക്കും ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റും ഒക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കാണും. അല്ല, ബംഗ്ലാദേശ് യുദ്ധത്തിൽ അമേരിക്ക നമുക്കെതിരായിരുന്നല്ലോ, അറിയാമല്ലോ. 7ാം കപ്പൽപ്പടയൊക്കെ അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ചൈനയും എതിരായിരുന്നു. നമ്മളെ അതിനെയെല്ലാം അതിജീവിച്ചാണ് ജയിച്ചത്. ഇനി മറ്റൊരു കാര്യം പറയാം. അപ്പൊ അങ്ങനെ അധികാരത്തിൽ വന്ന ഈ സ്ത്രീക്കെതിരെ അവിടെ പണ്ടേ പാകിസ്ഥാന്റെ ഏജന്റുമാരുണ്ടായിരുന്നു. യാഹ്യ ഖാന്റെ കാലത്ത് ധാരാളമായിട്ട് പാകിസ്ഥാൻ പട്ടാളക്കാർ വന്ന് ബംഗ്ലാദേശികളെ ബലാത്സംഗം ചെയ്തിരുന്നു. ഇതൊരു വാസ്തവമാണ്, ഇതൊരു വാർത്തയിലും പറയില്ല, ഇതൊരു രഹസ്യമാണ്, നമുക്ക് പട്ടാളക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ കാര്യമാണ്. ബലാത്സംഗം ചെയ്തതിലുണ്ടായ കുട്ടികളുടെ തലമുറയായിപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ DNA എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ DNA ആണ്. അതുകൊണ്ടാണ് കാര്യമായിട്ടും കൂട്ടമായിട്ടും അവര് അവിടുത്തെ ബുദ്ധമത, ജൈനമത, അമുസ്ലിങ്ങളായിട്ടല്ല, ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം, ധ്വംസനം എല്ലാം നടന്നത് അതിൻ്റെ ഫലമായിട്ടാണ്. ഇന്ത്യക്കെതിരെ വലിയൊരു എതിർപ്പും വന്നു. ഷെയ്ഖ് ഹസീന ഈ ബരാക്ക അണക്കെട്ടിൻ്റെ കാര്യത്തിൽ ചെയ്ത കരാറ് പോലുള്ള കരാറുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ബംഗ്ലാദേശികൾക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ബംഗാളിലൊരു തുറന്നു കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് കമ്പിവേലി കെട്ടാൻ നമ്മുടെ മമതാ ബാനർജി സമ്മതിക്കുകയില്ല. അവിടെ കൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ്. അവർക്കെല്ലാം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കും. ആധാർ കാർഡ്, റേഷൻ കാർഡ് എല്ലാം മമതാ. അതെ, അതിപ്പോ മാറും. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം വോട്ട് ചെയ്യാൻ, എത്രയേ ഉള്ളൂ കണ്ടീഷൻ. പൈസ ഒന്നും വേണ്ട. ഒരു ഐലൻഡുമായി ബന്ധപ്പെട്ട ഇഷ്യൂലല്ലേ ഈ ഒരു കാര്യം സ്ട്രോങ് ആവുന്നത്? അതെ. അപ്പോ ഷെയ്ഖ് ഹസീനയുടെ നേർക്ക് അമേരിക്ക ആവശ്യപ്പെട്ടു. സെന്റ് മേരീസ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്. അത് വേറിട്ട് കിടക്കുക, അവരുടെ കടലിനകത്തുള്ള ഒരു ദ്വീപാണ്. വളരെ സൗകര്യമാണ്. ചൈനയ്ക്ക് നേരെ മിസൈൽ വായിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് ടോമോഹോക്ക് ആയാലും കൃത്യമായിട്ട് വരണമെന്നില്ല. ഇവിടെ ആകുമ്പോൾ ഈ ഹ്രസ്വദൂര മിസൈൽ കൊണ്ട് പോലും ചൈനയ്ക്ക് ഒരു ഭീഷണിയാവാൻ കഴിയും. കാരണം എന്താണെന്നറിയാം, അവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഇപ്പോൾ ചൈന എന്ന് അവകാശപ്പെടുന്ന മറ്റൊരു ചൈനയുണ്ട്. ആ ചൈന ഹോങ്കോങ്ങും ഒക്കെ വിമോചിപ്പിച്ചതുപോലെ തൈവാൻ എന്ന് പറയുന്ന ഈ 2ാം ചൈന തങ്ങളുടെ ഭാഗമാക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. അതിന് ചുറ്റും അവരുടെ നാവികസേനയെ വിനിയോഗിച്ചിരിക്കുകയാണ്. അവരുടെ ചൈനയുടെ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ അതിന് വട്ടം ചുറ്റി പറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമേരിക്ക കണ്ണുരുട്ടി നിൽക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാത്ത ഒരു ധർമ്മസങ്കടത്തിലാണ് അവരെ. ഇമ്പോർട്ടൻ്റ് റേജ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അത്തരം ഒരു സ്ഥിതിയിലാണ് അമേരിക്ക. അപ്പോൾ ഈ ചൈനയെ ഒന്നും മറികടക്കാൻ ബംഗ്ലാദേശിനെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ലോക്കൽ സപ്പോർട്ട് വേണമല്ലോ. തീവ്രവാദികൾക്കാളും അങ്ങനെയാണല്ലോ. ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയെങ്കിലേ അവർക്ക് വിജയിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ദ്വീപ് സ്ഥാപിച്ച് മിസൈലുകളും അങ്ങനെ സൈനിക സന്നാഹങ്ങളും എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി. അമേരിക്ക എന്തെങ്കിലും കൊണ്ടുവരുന്നത് എളുപ്പമല്ല. അതിന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോയി പണി നോക്കി. ഇപ്പോൾ ഗ്രീൻലാൻഡ് കാര്യമൊക്കെ പറഞ്ഞ പോലെ, കാനഡക്കാരും പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങൾക്ക് സമ്മതമില്ല. മാത്രമല്ല ഇന്ത്യക്ക് അതിന് വലിയ താല്പര്യമുണ്ട്, ഇന്ത്യ അതിനെ എതിർക്കുന്നുണ്ട്. ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് അവരെടുത്തത്. ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരൊറ്റ സൈനിക താവളം സ്ഥാപിക്കാൻ റഷ്യയും സമ്മതിച്ചിട്ടില്ല, അമേരിക്കയും നമ്മൾ സമ്മതിച്ചിട്ടില്ല. ഇൻഡിപെൻഡന്റ് പോളിസി അതാണ് നമ്മൾ പിന്തുടരുന്നത്. പക്ഷെ അവിടെ ഒരെണ്ണം മാറുന്നതിനോട് ഇന്ത്യക്ക് യോജിപ്പുമില്ല വിയോജിപ്പുമില്ല. അത് ഷെയ്ഖ് ഹസീനയുടെ തീരുമാനം. അമേരിക്കയ്ക്ക് അടിപ്പെടാൻ താല്പര്യമില്ല. ഇന്ത്യയുമായിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ സഹകരിച്ചത്. ഇതിഷ്ടപ്പെടാത്ത ഒരു തലമുറ പാകിസ്ഥാൻ DNA-യോടുകൂടി ഈ ബംഗ്ലാദേശിൽ വന്നിട്ടുണ്ട്. അവരാണ് തലമുറയാണ്. ആ കലാപത്തെയാണ് അവരപ്പോൾ അടിച്ചമർത്താൻ. പിന്നെ തന്നെയല്ല, നമ്മുടെ നോൺ ഇൻകുംബൻസി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ. കുറേ നാൾ ആയി കഴിയുമ്പോൾ ഇന്ത്യയാണ് ഇവരെ വിമോചിപ്പിച്ചത്. ആ ബോധം
ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ കാലത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് പ്രസംഗിച്ച് ഇന്ത്യ ചെയ്ത സഹായത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കണ്ണു തുടച്ചു ചെയ്ത ആ കാണിച്ച സ്നേഹത്തിന്. പക്ഷേ പുതിയ തലമുറകൾക്കൊന്നും അത് വരണമെന്നില്ല. അതാണ് സംഭവം. പുതിയ കുറച്ച് കഴിയുമ്പോൾ ഈ സ്നേഹമൊക്കെ അങ്ങ് ചോർന്നു പോകും. നമ്മളായാലും മനുഷ്യരിലും കണ്ടിട്ടുള്ളൂ. നമ്മൾ ആർക്കെങ്കിലും ഒരു നല്ല ഉപകാരം ചെയ്യാൻ കുറച്ചു നാളത്തേക്ക് ആ നന്ദി കാണും. നന്ദി അങ്ങ് കുറച്ച് കഴിയുമ്പോൾ ആ നന്ദി അങ്ങ് കെട്ടുപോയി. ജ്വാലകൾ അണയുന്നത് പോലെ ആദ്യം ഒരു ജ്വാലയായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് വെറും ചാരമായിട്ട് മാറില്ലേ. പക്ഷെ അങ്ങനെ ഒരു തലമുറ. അപ്പൊ അവർക്ക് നേരിട്ട് ഇതിനെക്കുറിച്ച് ബോധ്യമില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ അങ്ങനല്ലേ? മഹാത്മാഗാന്ധി എത്ര പേരിപ്പോൾ ഓർക്കുന്നു ശരിക്കും? മഹാത്മാഗാന്ധി അതാരെന്ന് ചോദിക്കുന്ന ആൾക്കാരില്ലേ? എന്ന് പറയുന്നത് പഴയതെല്ലാം മറന്നുപോയ തലമുറ. അവർ തന്നെയാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാനെ കൊന്നത്. അപ്പൊ അതിന്റെ പിന്നെ അപ്പോൾ ഇവർക്കൊക്കെയുള്ള ലോകം എന്ന് പറയുന്നത് വേറെയാണ്. റാഡിക്കലിസം, അതാണ് ജമാഅത്തെ ഇസ്ലാമി വളർത്തുന്നത്. മൗദൂദിസം എന്ന് പറഞ്ഞാൽ ലോകത്ത് വേറൊരു മതവും വേണ്ട, ഇത് മാത്രം ജനാധിപത്യവും വേണ്ട, ഞങ്ങളുടെ ഈ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ രാജ്യങ്ങൾ മാത്രം മതി എന്നുള്ളൊരു തിയറിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത് സംഭവിച്ചുകൊണ്ട്. അതുകൊണ്ട് അവരുടെ ചിന്ത എന്ന് പറയുന്നത് ആ മുസ്ലിങ്ങൾ ധാരാളമായിട്ടുള്ള, അവർ ഓർക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നുമില്ല. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ, പാകിസ്ഥാനേക്കാൾ കൂടുതൽ. ഒരു പക്ഷേ ഇന്തോനേഷ്യക്ക് മാത്രമേ ഇന്ത്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ള മറ്റൊരു രാജ്യമായിട്ട്. അപ്പം അങ്ങനൊരു രാജ്യമാണെന്നുള്ളത് മറന്നുകൊണ്ടും ഇന്ത്യയാണ് ഈ ലോകത്തിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ രാജ്യം. നല്ല മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഭീകരവാദം. ആരാണ് നല്ല മുസ്ലിം, ആരാണ് ചീത്ത മുസ്ലിം? അപ്പൊ അങ്ങനെ ഭൂരിപക്ഷവും നല്ലവർ ഭൂരിപക്ഷം. പക്ഷെ അതില് പാലിൽ വിഷം ചേർക്കാൻ ഒരു തുള്ളി മതിയെന്ന് പറഞ്ഞു. വളരെ മൈക്രോ ലെവലിൽ മതി. അങ്ങനെയുള്ള റൈസിനായാലും അങ്ങനെ മതി. അവർ കണ്ടുപിടിച്ച പുതിയ വിഷമാണ് റൈസിൻ. ആവണക്കെണ്ണയെ റൈസിനായിട്ട് മാറ്റുന്നത് പോലെ പാലിനെ വിഷം, അതെ കറക്റ്റ്, പാലിനെ വിഷമായി മാറ്റുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് ഈ കുഴപ്പം വരുന്നത്. അതുകൊണ്ട് കുഴപ്പം പാലിനാണ്. എന്തായാലും പക്ഷേ ഈ രാഷ്ട്രീയ പ്രതികരണത്തിൽ ഹസീന പറയുന്ന വളരെ രസമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പരിഹസിച്ചുകൊണ്ട് അവര് പറയുന്നത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കങ്കാരു കോർട്ട് എന്നാണ്. കങ്കാരു വിധി എന്നാണ് അവര് വിളിച്ചത്. കങ്കാരു പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് കങ്കാരു എന്ന് പറഞ്ഞാൽ അറിയാലോ. വാലിഡിറ്റി ഇല്ലാത്ത. അതെ എന്നാണ് വിശേഷം. ഈ വിധി താൻ കാര്യമായി ആക്കുന്നില്ല എന്നാ പറഞ്ഞത്. പുല്ല് പോലെ ശ്രദ്ധിക്കുന്നില്ല. അവരിപ്പോ നമ്മുടെ രാജ്യത്തും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തും സംഭവിക്കാം എന്ന് പറഞ്ഞാൽ മറ്റൊന്നും സംഭവിക്കാനില്ല. 1971 നടത്തിയതുപോലെ ഒരു മുന്നേറ്റം നമ്മളെ ബംഗ്ലാദേശിലേക്ക് ചിലപ്പോൾ നടത്തിയെന്നും വരാം. അതേ സംഭവിക്കാൻ പോകുന്നു ഇതുവരെ, അല്ലാതെ വേറൊന്നും തിരിച്ചിങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നില്ല. പ്രതീക്ഷിക്കേണ്ടിരിക്കും. എന്നാൽ ഇത് ഈ വിധിയൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ഒരു വിധി നടപ്പാക്കാൻ കഴിയുകയുമില്ല. രാജ്യവ്യാപകമായിട്ട് അവിടെ പ്രതിഷേധങ്ങളും അടച്ചുപൂട്ടലിനൊക്കെ ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആവാമി ലീഗിന്റെ പ്രവർത്തകർ ഇറങ്ങി അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് നടക്കുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ശ്രമങ്ങളൊന്നും പരാജയപ്പെടാനാണ് സാധ്യത കൂടുതൽ. ബേസ് ഇല്ല അദ്ദേഹത്തിന്, ജനങ്ങളുടെ പീപ്പിൾസ് ബേസ് ഇല്ല. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പോലെ കുറച്ച് വളരെ മിനിസ്ക്യൂൾ ആയിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരുടെ പിന്തുണയുള്ളൂ. അവർ വയലന്റ് ആണെന്നൊന്നും മാത്രമാണ് ഒരു വാർത്തയിൽ വരുന്നത്. ഭൂരിപക്ഷം കൊണ്ടല്ല, ജനാധിപത്യം കൊണ്ട്, തീവ്ര നിലപാട് കൊണ്ട്. ജനാധിപത്യ നിലപാടല്ല. എന്തായാലും ഷെയ്ഖ് ഹസീന ഈ വിധി, ഈ അന്താരാഷ്ട്ര കോടതി എന്ന് പറയുന്ന അവിടുത്തെ താൽക്കാലിക ട്രിബ്യൂണൽ കോടതി നടപ്പാക്കിയ വിധി അവര് തള്ളിക്കളഞ്ഞതുപോലെ തന്നെ ഇന്ത്യയും അത് തള്ളിക്കളഞ്ഞ ഇന്ത്യയുടെ മൗനം അത് തള്ളിക്കളഞ്ഞ പോലെ തന്നെയാണ്. എന്തായാലും നടപ്പാക്കാൻ പോകുന്നില്ല. ഷെയ്ഖ് ഹസീന അവിടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇറ്റ് ഈസ് ആൻ ഇല്ലെജിറ്റിമേറ്റ് വേർഡിക്റ്റ് ബൈ ആൻ ഇല്ലെജിറ്റിമേറ്റ് ഗവൺമെന്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.